ഹലോ. പ്രതികരണശേഷിയുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന വികാരമാണ് ദേഷ്യം. ആവശ്യമുള്ള ദേഷ്യമുണ്ട്, ആവശ്യമില്ലാത്ത ദേഷ്യമുണ്ട്. ആവശ്യമുള്ള ദേഷ്യം എന്തൊക്കെയാണെന്നല്ലേ? നമ്മൾ കുട്ടികളോട് കാണിക്കുന്ന ദേഷ്യം, അവരെ നന്നാവാനൊക്കെ വേണ്ടിയിട്ട് അവരോട് നമ്മൾ കാണിക്കുന്ന ദേഷ്യം. പിന്നെ ജോലിയിലൊക്കെ കീഴ്ജീവനക്കാരോട് സ്ട്രിക്ട്നെസ്സിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ദേഷ്യം. പിന്നെ പൊതുവഴിയിലൊക്കെ നമുക്ക് നേരെ ഉണ്ടാകുന്ന കമൻറ്റും ഈ നോട്ടവും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ട് നമ്മൾ അതിനെ എതിർക്കുകയൊക്കെ ചെയ്യുമല്ലോ, ദേഷ്യത്തോടുള്ള നോട്ടം. ഇതൊന്നും അല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ദേഷ്യം വരാറില്ലേ? അത് തടയാനുള്ള 4 ടിപ്സാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ടിപ്പ് നമ്പർ 1, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നാലോ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ ഇഷ്ടത്തിനൊത്ത് പെരുമാറാതെ വന്നാലോ ഭൂരിഭാഗം ആൾക്കാർക്കും ദേഷ്യം വരും. അപ്പം അത് മാറ്റാൻ ഓരോ ദിവസവും രാവിലെ നമ്മൾ മനസ്സിലുറപ്പിക്കാം, ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവില്ല എന്നുള്ളത്. അപ്പോൾ സാഹചര്യം മാറിയാലും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല. നമ്പർ 2, ചില പ്രത്യേക ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പോൾ അതിന് ആ സാഹചര്യം പരമാവധി ഒഴിവാക്കുക. ആൾക്കാരാണെങ്കിൽ അവരോടുള്ള സംസാരം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ തന്നെ നമുക്ക് ദേഷ്യം കുറയ്ക്കാൻ പറ്റും. നമ്പർ 3, ദേഷ്യം വരാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ദേഷ്യം വരും, പിന്നെ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടാന്ന് അറിയില്ല, പക്ഷേ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ തന്നെയാണ് വിഷമിക്കേണ്ടി വരിക എന്ന് വിചാരിക്കാം. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്നും ചെയ്യാതെ സൈലൻ്റായി നിൽക്കുക. അപ്പോൾ നമ്മുടെ ദേഷ്യം താനെ പോവും. നമ്പർ 4, മെഡിറ്റേഷൻ. രാവിലെയോ വൈകുന്നേരമോ സമയം കിട്ടുന്നത് എപ്പോഴാണോ അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാം. അതായത് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കുറച്ച് സമയം ഇരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് കാമാവും. മെഡിറ്റേഷൻ ശീലമാക്കിയ ഒരാളെ പെട്ടെന്ന് മറ്റൊരാൾക്ക് പ്രകോപിപ്പിച്ച് ദേഷ്യം പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ടിപ്പൊക്കെ ഫോളോ ചെയ്ത് എല്ലാവരും സന്തോഷത്തോടെയും ദേഷ്യമൊന്നും ഇല്ലാതെ ഇരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.